അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടത് ഞാൻ പോലീസിനോട് പറയുകയും ചെയ്തു. പിന്നെ പോലീസ് അവളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അവള് ശബ്ദിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചു വരും. നിന്റെ എല്ലാ ശക്തികളും ഞാൻ തട്ടിയെടുക്കും. നിന്നോട് ഞാൻ പകരം ചോദിക്കും ചിണ്ടു, പകരം ചോദിക്കും. മോനെ ജിൻഡു, അവളിപ്പോ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുക. നിന്നെ അന്വേഷിച്ച് നടക്കുക അവള്. പക്ഷെ നീ ഭൂമിയിലാണെന്നുള്ള കാര്യം അവക്ക് അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പൂപ്പ, നിങ്ങള് ചിണ്ടുവിനെ നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അങ്ങോട്ട് പോകുന്നത് ജിൻഡുവിന് ഇവിടത്തേക്കാൾ കൂടുതൽ അപകടമാ. ഇവനെ ജിൻ വേൾഡിലാ അവള് തേടിക്കൊണ്ടിരിക്കുന്നേ. ജിൻഡു ഇന്ന് ആ ജിൻ ക്യാച്ചർ. അവളെ നീ കാണുകയാണെങ്കിൽ ഇത് വെച്ച് അവളെ അങ്ങ് പിടിച്ചേക്ക്. ഓക്കെ അപ്പൂപ്പ. അവളൊരു അപകടം പിടിച്ച ജിന്നാണ്. അവള് പകരം ചോദിക്കാൻ തിരിച്ചു വരും. പക്ഷെ ആ ജിന്നിന് നീ ഇവിടെയുള്ള കാര്യം അറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചിണ്ടു, നിനക്ക് സുഖാണല്ലോ. നീ കാരണം ഇത്രയും നാൾ ഞാൻ ജയിലിലായിരുന്നു, നിനക്കറിയോ? ഇപ്പോ ഞാൻ നിന്നോട് പകരം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പോവുകയാ. ഇനി നിന്റെ കാര്യം ഞാൻ പറഞ്ഞാ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ. സത്യം പറയടാ, ചിണ്ടു ഇപ്പൊ എങ്ങോട്ടാ പോയത്? പറയാൻ. എനിക്കറിയില്ല. ചിണ്ടു എന്റെ ഒരു ശത്രുവാണ്. ശത്രുവിന്റെ ശത്രു എന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് നീ ഇന്നു മുതൽ എന്റെ കൂട്ടുകാരനാണ്. ശരി, ഇനി നീ പറ, ചിണ്ടു എവിടെയാ ഉള്ളത്? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഡോങ്കിയെ വെച്ച് ഒരുപാട് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. കാണിക്കട്ടെ. ഡോങ്കി ലോപ്യാസ, ഡോങ്കി മുലായ്, ഡോങ്കി തന്തൂരി, ഡോങ്കി ടിക്ക മസാല. വേണ്ട വേണ്ട വീർ. ആ, അപ്പോ എന്റെ കയ്യിലുള്ള പവേഴ്സ് ഞാൻ തിരിച്ച് ചിണ്ടുവിന് കൊടുക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെങ്ങനെ കൊടുക്കാൻ പറ്റും? നീ വേഷം മാറി വന്നെന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ ലേഡി ജെൻ. ബൈ ബൈ. നീ എങ്ങോട്ടായി ഓടി ഒളിക്കുന്നത് ലേഡി ജെൻ? എലീന്ന് വെച്ചാ എനിക്ക് ഭയങ്കര പേടിയാ. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ അവനെ ഇപ്പൊ തന്നെ പിടിച്ചേക്കാം. ചുൾബുൾ, ഇത് ഞാനാ, വീറാണ്. ചുൾബുൾ, ഹലോ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. രക്ഷിക്കണേ ചുൾബുൾ. വീർ, നീ ഏതായാലും അവളെ പിടിച്ചത് നന്നായി. അത് ലേഡീജിനാണ്. ഞാൻ അവളെ എലിയാക്കി മാറ്റിയിരിക്കുക. എന്നാ പിടിച്ചോ, അതിനെ ഈ കൂട്ടിനകത്തിട്ടേക്ക്. ബക്കട് ബക്കട് ബംബേ ബോ. വീറിന്റെ ശബ്ദം നിലച്ചു പോകട്ടെ. ഞാൻ ശരിക്കും വീറാണ്. അവളാണ് ലേഡി ജിന്ന്. ഞാനൊന്ന് പറയട്ടെ? കൊള്ളാം ചുൾബുൾ, നീ ഇപ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ശക്തിയെല്ലാം ചിണ്ടുവിന് നീ തിരിച്ചു കൊടുത്തേക്ക്. ചിണ്ടു ഈ എലിയെടുത്തോണ്ട് അവന്റെ ജിൻ വേൾഡിലേക്ക് തിരിച്ചു പോകും. ജിംലിയെ അവൻ ജയിലിലാക്കും. എന്തിനാണ് നീ ധൃതി വെക്കുന്നത് വീർ? നമ്മളൊരു കുടുംബമല്ലേ. നീ അല്ലേ എപ്പോഴും പറയാറുള്ളത് മാജിക് പവേഴ്സ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്താ, മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ, എല്ലാം ഒന്നാണെന്ന്. നമ്മൾ എല്ലാവരും ഒരേ വീട്ടിലേതല്ലേ? അല്ല ചുൾബുൾ, അത് തെറ്റാണ്. ആ ശക്തി ആരുടേതാണോ അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം. നീ വാ, പെട്ടെന്ന് ആ മാജിക് പവർ തിരിച്ചു കൊടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ കണ്ട അസൂയാണ്. കുറച്ച് സമയത്തേക്ക് ആ മാജിക് പവേഴ്സ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു ഹീറോ ആവില്ലേ? എത്ര സമയത്തേക്ക് നിനക്ക് ഇങ്ങനെ ഇരിക്കണം? കുറഞ്ഞത് ഒരു 25 വർഷം. ചുൾബുൾ, ഇത്ര അത്യാഗ്രഹം പാടില്ല. നിങ്ങൾ എല്ലാവരും നല്ലവരാണ്. എപ്പോഴും എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. വേഗം വാ, അവന്റെ പവേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ഞാൻ അല്പനേരം സന്തോഷമായിട്ട് ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എല്ലാരും പറഞ്ഞത് ശരിയാ, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് കണ്ടോ, ലേഡി ജെൻ കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നത് കണ്ടില്ലേ? നീ ഞങ്ങളെ വെച്ച് പപ്പറ്റ് കളിക്കാൻ വന്നതല്ലേ? ഇപ്പൊ നീ തന്നെ പപ്പറ്റായി മാറിയിരിക്കുക.
അയ്യോ മറന്നുപോയി. ഞാനിവിടെ എന്തെടുക്കാ? എനിക്ക് ശരിക്കും വിശപ്പുണ്ട്. എനിക്കിപ്പോ ചാട്ട് കഴിക്കാൻ തോന്നുന്നു. എന്താണിത്? രാക്ഷസൻ! ഇമിലി, ഇതിന് കാരണം ചിണ്ടുവിന്റെ മാജിക് ആണെന്നാ തോന്നുന്നത്. ചിണ്ടു, ചിണ്ടു നീ എവിടെയാ? ചുൾബുൾ, നീ വേഗം ചെല്ല്. ചിണ്ടുവിനെ പോയി കണ്ടുപിടിക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഞാനൊരു രാക്ഷസനെ പോലെ വളർന്നിരിക്കുകയാണ്. ഓ, ഇപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യാൻ പറ്റും. ബണ്ടി, നീ ഈ സിറ്റി വിട്ട് പുറത്തേക്ക് പോ. നീ കാരണം ഈ സിറ്റിയിലെ ജനങ്ങളെല്ലാം പേടിക്കുകയാണ്. റോബോ ബോയ്, ഈ ഞാനാരാണെന്ന് നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ലോകം തന്നെ എന്നെ കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുകയാണ്. പക്ഷെ ഞാൻ ആരെയും കണ്ടു പേടിക്കില്ല. നല്ല വിശപ്പുണ്ട്. കുറച്ച് മധുര പലഹാരങ്ങൾ കഴിച്ചേക്കാം. ഞാനിതൊക്കെ കഴിക്കാൻ പോവാ. നീ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതാ ശക്തിമാനായി മാറിയിരിക്കുകയാണ്. ദാ വരുന്നു ശക്തിമാൻ. അക്കിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഞാൻ റോബോ ബോയ് ആയിക്കഴിഞ്ഞു. എമിലി, നീ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുവാണ്. നിന്റെ അവസാനം ഇവിടുന്ന് തുടങ്ങുകയാണ് റോബോ ബോയ്. ഞാൻ തിന്മയുടെ കൂട്ടുകാരനും നന്മയുടെ എതിരാളിയുമാണ്. സോറി, ഒന്നുകൂടി പറയാം. ഞാൻ നന്മയുടെ കൂട്ടുകാരനും തിന്മയുടെ എതിരാളിയുമാണ്. ഞാൻ റോബോ ബോയ് ആണ്. എന്റെ കഥയല്ല, നിന്റെ കഥയാണ് അവസാനിക്കാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. വീണ്ടും നീ എന്നെ അറ്റാക്ക് ചെയ്തല്ലേ റോബോ ബോയ്? നിന്റെ ടാർഗറ്റ് എല്ലാം മിസ്സായി പോയത് കണ്ടില്ലേ? നിനക്കെന്താ കാഴ്ചക്ക് വല്ല കുറവുമുണ്ടോ റോബോ ബോയ്? ഇനി എന്റെ ഊഴമാ. വീർ, എന്താ സംഭവിച്ചെന്നറിയോ? ഓ, അപ്പൊ നീ തിരിച്ചെത്തിയല്ലേ? അവസാനമായിട്ട് നിനക്കൊരു അവസരം ഞാൻ തരുന്നു. ധൈര്യമുണ്ടല്ലോ, അറ്റാക്ക് ചെയ്യ്. ഇപ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ഓക്കേ, എന്നാ ശരി, ഇത് നീ പിടിച്ചോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇത് ചീറ്റിംഗ് ആണ്. ആദ്യം ടാർഗറ്റ് മിസ്സായതല്ലേ, ഇപ്പൊ ശരിക്കും ടാർഗറ്റ് ചെയ്ത് തന്നെ അടിച്ചു തെറിപ്പിച്ചല്ലോ. ബോസ്, ഈ റോബോ ബോയ് ശരിക്കും ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടിംബക്റ്റു എങ്ങോട്ടാ ഓടിപ്പോയത്? വീണ്ടും ആ റോബോട്ടിന് മുമ്പിൽ ചെന്ന് പെടരുത്. റോബോ ബോയ് ആകുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല.